ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ടും പെരുന്നാളിൻ്റെ ഇറച്ചി ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ഇന്നൊരു ഇറച്ചിച്ചോറാട്ടം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഇളക്കലും പാവമൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കുക എനിക്ക് ഇതിന് മുന്നേ ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയിട്ട് പരിചയമുണ്ടെന്ന്. അത് നിങ്ങളെ തെറ്റിദ്ധാരണ മാത്രം കേട്ടോ. നല്ല പേടിയും ഭയവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 100 വട്ടം ഞാൻ ഉമ്മാനെ വിളിച്ച് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഉമ്മാക്ക് ദേഷ്യം പിടിച്ച് ഉമ്മ ഫോൺ ഓഫാക്കി പോയപ്പോഴാണ് കോള് കട്ട് ചെയ്തത്. കാരണം ഉമ്മനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്രയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ ഞാൻ മസാലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഞാൻ എങ്ങനെയും സെറ്റാക്കും. ഈ ഒരു കാര്യം എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ. ചോറ് വെന്താലോ അല്ലെങ്കിൽ വെന്തലിഞ്ഞു പോയാലോ എന്നൊക്കെയുള്ള ടെൻഷനായിരിക്കും. ആ ടെൻഷൻ്റെ പുറത്ത് ഞാൻ 2-3 ഇളക്കൽ കൂടുതൽ ഇളക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറച്ചി പൊടിയാനായപ്പോഴത്തേക്കും ഞാൻ കുക്കറിൽ കയറ്റിയിട്ട് അങ്ങോട്ട് അടുപ്പത്ത് കയറ്റാമെന്ന് വിചാരിച്ചു. ഇനിയും ഞാൻ വഴുകിക്കഴിഞ്ഞാൽ ഇറച്ചിയുടെ കാര്യത്തിലൊരു തീരുമാനമാവും. കുറച്ചിട്ട് വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. പറ്റിയതൊക്കെ ഞാൻ അങ്ങോട്ട് കൂടുതൽ വെള്ളമൊക്കെ ഒഴിക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഇറച്ചി വെന്തതിന് ശേഷം ഞാൻ ചോറിനുള്ള പരിപാടി നോക്കാം കേട്ടോ. വേറൊരു ചെമ്പിൽ കുറച്ച് നേരം ചോറൊന്ന് തിളപ്പിച്ചതിന് ശേഷം കുക്കറിൽ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. അതെൻ്റെ ഉമ്മ പറഞ്ഞ റെസിപ്പിയാണേ. കുറച്ച് നേരം വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് ഇറച്ചിയൊക്കെ തട്ടിക്കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ട് കുക്കറിലോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കോരിക്കാനെ ഇന്ന് നാളെ കഴിയില്ല എന്ന് ഓർത്തിട്ട് ഞാനിതാ ചെമ്പ് അങ്ങോട്ട് കമത്തി. അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് പോന്നിട്ടുണ്ട്. പിന്നെ അടുപ്പത്തോട്ട് കയറ്റിയിട്ട് 2 വിസിലിടുക. അത്രയും മാത്രം മതി കേട്ടോ. 1 മതി എന്നാണ് ഉമ്മ പറഞ്ഞത്. ഞാൻ ഒരെണ്ണം കൂട്ടിയിട്ടു. അതുകൊണ്ട് തന്നെ നല്ല പൂ പോലെ വെന്ത് ഇറച്ചിച്ചോറ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഭംഗി മാത്രമല്ല, ടേസ്റ്റും നല്ല ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അത് ഞാൻ ഒത്തിരി ഉപ്പ് കലക്കിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ തെളിച്ചു കൊടുത്തു. ഞാനാരാ മുതല് അതിനൂസൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചപ്പോൾ എനിക്കും കഴിക്കാൻ തോന്നി. ഒരു പ്ലേറ്റ് ചോറ് ഞാനും എടുത്തോട്ടോ. അച്ചാറും ഉണ്ടായിരുന്നു, പപ്പടവും ഉണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. വേണമെങ്കിൽ ഞാനിതാ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ കൂടി ഞാൻ എടുക്കാം കേട്ടോ നെക്സ്റ്റ് ടൈം. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.